ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ വെർസ് ബോയ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു അപ്പം വേറെ ഏതൊക്കെ കാറുകളുണ്ട്? ഇലക്ട്രിക് വണ്ടീസ് നോക്കി. പക്ഷെ പിന്നെ ഈ ടൈമിൽ ഇലക്ട്രിക് മെയിൻ പ്രിഫറൻസ് എന്തൊക്കെയായിരുന്നു? ആക്സസറീസ് എന്തൊക്കെയാണ്? ബിൽഡ് ക്വാളിറ്റി, മൈലേജ് എങ്ങനെ കിട്ടി? ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ടോ? ബാക്കിലിരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് എങ്ങനെയാ? 0 സ്റ്റാർ ആണ് ഇൻ ക്യാപ്പിൽ നമ്മൾ റിവ്യൂ വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണോ എടുത്തത്? ഈ അവസാനം ഈ സ്വിഫ്റ്റ് സുസുക്കിയിലോട്ട് വരാനുള്ള കാര്യം എന്താണ്? ഓൺറോഡ് എത്രയായിരുന്നു? ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടതുപോലെ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 2023 ബ്ലാക്ക് ആണ് ZXi പ്ലസ് വേരിയൻറ്റിൻ്റെ യൂസർ റിവ്യൂ ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം ഇത് മേടിച്ചിട്ട് ഏതാണ്ട് 8 months ആവും. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. പുള്ളിക്കാരി മേടിച്ചിട്ട് ഇപ്പോൾ 8 months ആവും. ഓട്ടോമാറ്റിക് ആണ്, ടോപ്പ് ട്രിം ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അറൗണ്ട് 11 ആ റേഞ്ച് എന്തോ ആവും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷം പുള്ളിക്കാരോട് ഞാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പുതിയ സ്വിഫ്റ്റിൻ്റെ റിവ്യൂ, ലൈക്ക് പുതിയ സ്വിഫ്റ്റ് 2024 ഒരു സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ എൻ്റെ ചാനലിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അതും നല്ല വണ്ടി തന്നെയാണ്. ആ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പുള്ളിക്കാരെ ഇൻവൈറ്റ് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം, എങ്ങനെയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റിലോട്ട് എത്തിയെന്ന്? ഓക്കെ. അപ്പം ഞാനൊരു 12-14 ലാക്സിന് താഴെയുള്ള വണ്ടികളായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികളിൽ സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ആണോ നോക്കിയത്? ഓട്ടോമാറ്റിക്, അതാണ് മെയിൻ പ്രിഫറൻസ്. എന്തൊക്കെയായിരുന്നു? ഓട്ടോമാറ്റിക് ആയിരിക്കണം, ഹാച്ച്ബാക്ക് ആയിരിക്കണം, ചെറിയ വണ്ടി ആയിരിക്കണം, ഓട്ടോമാറ്റിക് ആയിരിക്കണം. പിന്നെ ഈ ബഡ്ജറ്റ് എത്രയായിരുന്നു? ലൈക്ക് 12 റേഞ്ച് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഏതൊക്കെ വണ്ടിയാണ് നോക്കിയത്? i20 നോക്കിയിരുന്നു, പിന്നെ സുസുക്കിന്റെ തന്നെ ബലേനോ, ഫ്രോങ്സ്, പിന്നെ i20, പഞ്ച്, അങ്ങനെ ടാറ്റ പഞ്ച്, നെക്സോൺ നോക്കി. ഓക്കെ. സോ അപ്പോൾ ഇത് ലാസ്റ്റ് ഇവിടെ വന്ന് എത്തി. ഈ കളർ സെലക്ട് ചെയ്യാനുള്ള കാര്യം എന്തുവാ? ബ്ലാക്ക് ഇങ്ങനെ മോസ്റ്റ്ലി കാണാറില്ലല്ലോ. അല്ല, നമ്മള് ഈ പറഞ്ഞ മുന്നേ സ്വിഫ്റ്റുള്ളതിൽ കൂടുതലും നമ്മൾ റെഡും ലൈക്ക് അല്ലെങ്കിൽ ഡുവൽ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലൂ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ലൈക്ക് ബ്ലാക്ക് കുറച്ച് റയർ ആയിട്ട് തോന്നി. ബ്ലാക്ക് കുറച്ച് പെക്യുലർ, ലൈക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത്. ഓക്കെ. അപ്പം വേറെ ഏതൊക്കെ കാറുകളുണ്ട്? വേറെ ഇതിന് മുന്നേ സെലേറി ഉണ്ട്. ഓക്കെ. അതെങ്ങനെയാണ്? അതും ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? കുറച്ചുകൂടെ ലൈക്ക് സ്മൂത്ത് ആണ് വണ്ടി ഇത്. ഓക്കെ. അത് മാനുവൽ ആയിരുന്നു? അത് മാനുവൽ ആയിരുന്നു. ഓക്കെ. ഇത് റിഫൈൻഡ് ആണ്. പിന്നെ സെലേറി വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കുറവാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് സെലേറി കൂടുതലാണ് അല്ലേ? ഈ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇതിൽ വച്ചേക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇതിലിപ്പോൾ ലൈക്ക് ഒരു ഫുൾ കിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈക്ക് സ്പോയിലർ, ലൈക്ക് ടെയിൽ ലാമ്പ്. ഓക്കെ. അതൊക്കെയാണ് ചെയ്തത്. ലോങ് റേഞ്ച് എവിടെയാണ് ലാസ്റ്റ് ആയിട്ട് പോയത്? കൊല്ലം ടു വാഗമൺ ആണ്. വാഗമൺ അത് നീള തന്നെയാണ് ഓടിച്ചത് ഫുള്ള്. അപ്പോൾ മൈലേജ് എങ്ങനെ കിട്ടി? മൈലേജ് ആവറേജ് അവർ പറയുന്നത് ലൈക്ക് ഒരു 15 റേഞ്ച് ഒക്കെയാണ്. പക്ഷെ നമ്മൾ ലോങ് നല്ല റോഡ് പോകുമ്പോൾ അതനുസരിച്ച് 20 ഒക്കെ കിട്ടിയോ? 20 ഒക്കെ കിട്ടണം. നല്ല റോഡ് ആണെങ്കിൽ കിട്ടും. ഓക്കെ. ഇതിലൊരു പ്രോയും കോണും പറ. ഒരു നല്ലതും ഒരു ചീത്തയും. നല്ലതായിട്ടുള്ള കാര്യം അത് പറ കേൾക്കട്ടെ. പ്രോ ഈ പറഞ്ഞ പോലെ സർവീസ് കോസ്റ്റും, ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൽ നോക്കുമ്പോൾ ലൈക്ക് ഒരു 10 lakhs ആ കാറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൽ നോക്കുമ്പോൾ ലൈക്ക് ഒരു ടോപ്പ് ട്രിം നിൽക്കുന്നുണ്ടല്ലേ? പിന്നെ ടോപ്പ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. അത് നല്ല ത്രോ ഉണ്ടല്ലേ? നല്ല ഫീച്ചർ ആണ്. പിന്നെ ഈ പറഞ്ഞ ക്രൂസ് കൺട്രോൾ ഉണ്ടല്ലേ? ഓക്കെ. നമുക്ക് ഒരു 10 lakhsനൊക്കെ ആ ഫീച്ചർ കിട്ടുന്നത്. ഓക്കെ. ആക്ച്വലി കുറച്ച് നൈസ് ആണ്. അപ്പം ഇനി കോൺസ് പറ, മോശമായിട്ടുള്ള കാര്യങ്ങൾ. കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനേം തോന്നിയിട്ടുണ്ട്. ഒന്ന് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഈ ലൈക്ക് സ്പോർട്സ് കിറ്റ് കയറ്റിയ വണ്ടിക്ക് ലുക്ക് വരും. പക്ഷേ സ്പോർട്സ് കിറ്റ് കയറ്റിയിരിക്കുകയാണ്. ഇത് കമ്പനി സ്പോർട്സ് കിറ്റ് അല്ലേ? അതെ. ഷോറൂമിൽ തന്നെ ചെയ്യിപ്പിച്ചാണ്. അപ്പം നമുക്ക് ഇറങ്ങിയ ലൈക്ക് ഒത്തിരി താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തൊന്നും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കിറ്റ് തട്ടും, എന്തായാലും തട്ടും, പൊട്ടും, അത് ഒരയും, അങ്ങനത്തെ ഇഷ്യൂസ്. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ സ്ക്രീൻ നമുക്ക് വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ അത് വയർലെസ് ചാർജിങ് ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഇല്ല. ഈ പുതിയ സ്വിഫ്റ്റിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? പുതിയ സ്വിഫ്റ്റിന്റെ മോഡൽ കണ്ടു. ലൈക്ക് മോഡൽ വെച്ച് കുറച്ചുകൂടെ അത് ഇഷ്ടപ്പെട്ടു. ഓക്കെ. പക്ഷേ 3 series ആണ്, 3 cylinder ആണ് വരുന്നത്. ഇത് 4 cylinder ആണ്. കുറച്ച് റിഫൈൻമെന്റ് കൂടുതലുണ്ട്. ഇത് ഡിക്കി സ്പേസ് ഒക്കെ എങ്ങനെയാണ്? ഡിക്കി സ്പേസ് അത്യാവശ്യം ഓക്കെ ആണ്. ഓക്കെ. അപ്പം ഇതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ കവർ ആയിട്ടുണ്ടോ? ലൈക്ക് ഫസ്റ്റ് 3 സർവീസ് നമുക്ക് ഫ്രീ ആണ്. ഇപ്പം വണ്ടി എടുത്തിട്ട് 8 മാസം ആവുന്നുള്ളൂ. ഇപ്പൊ 6000 കിലോമീറ്റേഴ്സ് ഓടി 2 സർവീസ് കഴിഞ്ഞു. അപ്പം ഈ അവസാനം ഈ സ്വിഫ്റ്റ് സുസുക്കിയിലോട്ട് വരാനുള്ള കാര്യം എന്താണ്? ഇപ്പം i20 നോക്കിയെന്ന് പറഞ്ഞു, പഞ്ച് നോക്കിയെന്ന് പറഞ്ഞു, ഫ്രോങ്സ് നോക്കിയെന്ന്. എന്തുകൊണ്ടാണ് സ്വിഫ്റ്റിലോട്ട് വരാനുള്ള കാര്യം? ഇഷ്ടം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും? മെയിൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഹാച്ച് ബാക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ. ഓക്കെ. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന
കുറേ വണ്ടികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയത് ഇതാണ്. ഓക്കെ, അടുത്ത ബിഗിനർ ഫ്രണ്ട്ലി ആണോ ഇത്? യെസ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഹോൾഡിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടോ? ഓക്കെ, വേറെ എന്തൊക്കെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അല്ലാണ്ട്? പിന്നെ ഈ പറഞ്ഞ ക്രൂസ് കൺട്രോൾ ഉണ്ടല്ലേ? ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്, നമുക്ക് എല്ലാ റോഡിലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ക്യാമറ, റിവേഴ്സ് ക്യാമറ ഒക്കെ എങ്ങനെയാണ് ക്വാളിറ്റി ഒക്കെ? നൈറ്റിലെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ്? ഓക്കെയാണ്. ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് എങ്ങനെയാ? ലൈക്ക് ഫ്രണ്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഉള്ള കംഫർട്ട് അത്രയും ബാക്കിൽ കിട്ടത്തില്ല. ഓക്കെ. ബാക്കിൽ പുതിയ സ്വിഫ്റ്റിൽ നമുക്ക് AC-യും ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. അപ്പം അതിഥി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ലോങ് റേഞ്ച് എവിടെയാണ് പോയതും? വാഗമൺ. നീ റൈഡ് ചെയ്തത്? അപ്പം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ ഇങ്ങനെ കട്ടർ റോഡ് കൂടുതൽ ബ്രേക്ക് ചെയ്ത് ഓട്ടിക്കുമ്പോൾ ഹെയർപിൻ ഉണ്ട്, ഹെയർപിൻ അല്ല, ലൈക്ക് അഴുക്ക റോഡ് ഓട്ടിക്കുമ്പോൾ ലൈക്ക് ഒരു സെൻസറിങ് എല്ലാം വന്നായിരുന്നു. കുറേ നേരം നമ്മൾ ബ്രേക്ക് ചെയ്ത് ഓടിച്ചപ്പോൾ ബ്രേക്ക് ഇങ്ങനെ മറ്റേ ബമ്പർ ടു ബമ്പർ ട്രാഫിക് അതേപോലെ അല്ലേ? അപ്പൊ അതുപോലെ ഇഷ്യൂസ് ആണോ? എന്താണത്? അല്ല, അതപ്പോ ഞാൻ സർവീസ് സെന്റർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നോർമൽ ആണ്, അത്രയും നേരം ബ്രേക്ക് ചെയ്ത് അത് ക്ലച്ചിന്റെ ഓട്ടോമാറ്റിക് ക്ലച്ച് ആണെങ്കിലും അങ്ങനത്തെ സെൻസറിങ് വരും എന്നുള്ളത് നോർമലാണ്. വാഗമണ്ണൊക്കെ പോയപ്പം മൈലേജ് നോക്കിയിട്ടുണ്ടായിരുന്നു? എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? മൈലേജ് ആവറേജ് 15 കിട്ടും. പിന്നെ നമ്മൾ ലോങ് പോകുമ്പോൾ അതനുസരിച്ച് കിട്ടാറുണ്ട്. ഇതിപ്പോ ഓട്ടോമാറ്റിക് അല്ലേ? ഇതിപ്പോ ഓൺ റോഡ് എത്രയായിരുന്നു? ഓൺ റോഡ് വിത്ത് ആക്സസറീസ് ഏതാ കേട്ടിട്ടുണ്ട്? കിറ്റ്, ലൈക്ക് സ്പോയിലർ ഒക്കെ കേട്ടിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്, പിന്നെ മാറ്റ്, സ്പ്ലിറ്റേഴ്സ് കേട്ടിട്ടുണ്ടല്ലേ ഫ്രണ്ടില്? ഡോർ ഫെൻഡേഴ്സ്, സൈഡിലും ഫുൾ കിറ്റ് കയറി. അത് എത്ര ആക്സസറീസിന് പാക്ക്? ആക്സസറീസ് മാത്രം 40K ആയി. ഓ, ലൈറ്റ് ആക്സസറീസ് ആണോ അതോ അല്ലാണ്ട് വരുന്നത്? അല്ല, ലൈറ്റ് ടോപ്പ് മോഡലിൽ വരുന്നതാണ്. ഓക്കെ, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ടോ? യെസ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇത് എന്താ വെച്ചാൽ നമ്മൾ ഇതിന് ടോപ്പ് മോഡൽ എടുക്കുമ്പോഴേ നമുക്കൊരു 10 lakhs നിൽക്കും. 10 lakh ടോപ്പ് മോഡൽ 10 lakh ഉള്ളൂ അല്ലേ മൊത്തത്തില്? അപ്പം വിതൗട്ട് ആക്സസറീസ് 10 lakh കിട്ടും. 10 lakh കിട്ടും. അപ്പൊ ഏത് ഇയറിലാണ് എടുത്തേ? 2023. 2023. അപ്പൊ കറക്റ്റ് ഒരു 6 months റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. 8 months. ഫസ്റ്റ് സർവീസ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് സർവീസ് അത് ഫ്രീ ആയിരിക്കും അല്ലേ? തേർഡ് സർവീസ് വരെ ഫ്രീ ആണ്. ഓക്കെ, ഇതിനകത്തുള്ള ഫീച്ചേഴ്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പെക്യുലർ ആയിട്ട് പറയാനുണ്ടോ? ലൈക്ക് സ്ക്രീൻ, AC, അതിനെ പറ്റിയൊക്കെ? ലൈക്ക് AC വേണ്ടി ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. അതൊരു ഇതാണോ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വയേർഡ് കണക്ഷൻ ആണ് സ്ക്രീനിലേക്ക്. ആൻഡ്രോയിഡ് ഓട്ടോ ലൈക്ക് വയർലെസ് കാർപ്ലേ അല്ല അല്ലേ? വയേർഡ് ആണ്. അതൊരു കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അതെ. ഈ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ബിൽഡ് ക്വാളിറ്റി നമ്മൾ നോർമലി ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർ എടുക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ക്വാളിറ്റിയിൽ കുറച്ച് കൺസിഡറേഷൻ കൊടുത്തിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പം നില നോക്കിയിട്ടുണ്ടായിരുന്നു? നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്? ലൈക്ക് ഇത് 0 star ആണ് ഇൻ ക്യാപ്പിൽ നമ്മൾ റിവ്യൂ വരുന്നത്. അപ്പൊ അത് നോക്കിയിട്ടാണോ എടുത്തത് അതോ അത് വലിയ കെയർ ഫ്രീ ആയിട്ടാണ് എടുത്തത്? ലൈക്ക് ഈ പറഞ്ഞ പോലെ അത്രയും ബിൽഡ് ക്വാളിറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബഡ്ജറ്റിലുള്ള ഈ ഒരു കാറ് ചൂസ് ചെയ്യും. പഞ്ചൊക്കെ നോക്കിയായിരുന്നു? ടാറ്റയുടെ വണ്ടീസ് നോക്കിയായിരുന്നു, ഇലക്ട്രിക് വണ്ടീസ് നോക്കി. പക്ഷെ പിന്നെ ഈ ടൈമിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന പിന്നെ നമ്മൾ ഡെയിലി അത്രയ്ക്ക് ഓട്ടം ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഓക്കെ, ഈ ബാക്കി ഹ്യുണ്ടായിയുടെ വണ്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? വേറെ ഏതൊക്കെ വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു? i20 നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ സുസുക്കിയുടെ തന്നെ ബെലീനോ നോക്കിയിട്ടുണ്ടായിരുന്നു. ബെലീനോ അത് ഒരു സെഗ്മെന്റ് എബോവ് ആയിട്ടുള്ള വണ്ടിയല്ലേ? കുറച്ച് നീളവും വീതിയൊക്കെ ഉണ്ട്. അതെ, പക്ഷെ എനിക്ക് ഹാച്ച് ബാക്ക് വണ്ടി തന്നെ മതി, കുറച്ച് കോമ്പാക്ട് തന്നെ വേണം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കാർ കണ്ടന്റ് ഞാൻ വരുന്നത്. This is me, Boy, signing out. Guys.